Next is the command set for sensor and interlock commands. Okay, so സെൻസറിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് രണ്ട് കമാൻഡ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, സിഗ്നലും വെയിറ്റും. അതിനകത്ത് സിഗ്നൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സിഗ്നൽ 4, ഓൺ മീൻസ് ഔട്ട്പുട്ട് 4ൽ സിഗ്നൽ അപ്പാക്കണം, ഹൈ ആക്കണം, വോൾട്ടേജ് അപ്പാക്കണം. 0 ആണെങ്കിൽ 5 വോൾട്ടിലോട്ട് കൊണ്ടുവരണം, അതാണ് ഓൺ. അതേസമയം ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ സിഗ്നൽ 4 ഓഫ്. ഹിയർ 4 ബേസിക്കലി സ്റ്റാൻഡ്സ് ഫോർ ദ പോർട്ട്. ഇനി അതേസമയം വാൽ 2-നകത്ത് വരുമ്പോഴത്തേക്ക് ഈ ഓൺ ഓഫിന് വേണ്ടി കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട്. ഇപ്പം സിഗ്നൽ -2 +4 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഓഫും പ്ലസ് എന്ന് പറഞ്ഞാൽ ഓണുമാണ്. സോ സിഗ്നൽ -2, 4 എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് പോർട്ടിനെ ഓഫ് ചെയ്യുക, ഫോർത്ത് പോർട്ടിനെ ഓൺ ചെയ്യുക. സോ ഇതാണ് ദ നെഗറ്റീവ് നമ്പേഴ്സ് ടേൺസ് ദ കറസ്പോണ്ടിങ് സിഗ്നൽസ് ഓഫ് ആണ് ഇവിടെ വരേണ്ടത്. ആൻഡ് പോസിറ്റീവ് numbers turn the corresponding signal on. Okay, അപ്പോൾ ഇത് ഇവിടെ ഓൺ ആൻഡ് ഓഫ് തിരിഞ്ഞു പോയി. പക്ഷേ എനിവേ, ദെൻ യു ആർ ഹാവിങ് അനലോഗ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിഗ്നൽ 105 ഹിയർ അഗെയിൻ മീൻസ് എ പോർട്ട്. സോ പോർട്ട് 105-ൽ 5.5 യൂണിറ്റ്സ്, അത് ചിലപ്പോൾ വോൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ കറണ്ട് ആയിരിക്കാം, ഓക്കെ, മില്ലി ആംപ്സ് എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും. മോസ്റ്റ്ലി ഇറ്റ് ഇസ് വോൾട്ടേജ്. സോ 5.5 യൂണിറ്റ്സ് കൊടുക്കണം. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ അഗെയിൻ ദീസ് ആർ ഓൾ സിഗ്നൽ കമാൻഡ്സ്. വെയിറ്റ് കമാൻഡ് ഇസ് യൂസ് ടു വെരിഫൈ വെദർ ദ ഡിവൈസ് ഇസ് ടേൺഡ് ഓഫ് ഓർ ഓൺ ബിഫോർ പെർമിറ്റിംഗ് ദ പ്രോഗ്രാം. ഇപ്പം പ്രോഗ്രാമിനെ വെയിറ്റ് ചെയ്യണം, സോ ദാറ്റ് ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ സം സിഗ്നൽ ടു കം. ഫോർ എക്സാമ്പിൾ, wait 20 on means the program will wait at this particular line or this particular command until port 20 is turned on. Okay, അതേസമയം വെയിറ്റ് സിഗ് -1, 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വെയിറ്റ്സ് അൺടിൽ പോർട്ട് 1 ഇസ് ഓഫ് ആൻഡ് പോർട്ട് 2 ഇസ് ഓൺ. റീസെറ്റ് is basically we are trying to make all the ports 0. That means state off നമ്മളാക്കി വെക്കുകയാണെങ്കിൽ for that we use the command reset. Okay, ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ റീസെറ്റ് അടിക്കുമ്പോഴത്തേക്ക് എല്ലാം ഓഫ് ആകുന്നത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് റീസെറ്റ്. നെക്സ്റ്റ് ഇസ് റിയാക്ട്. റിയാക്ട് ഇസ് ബേസിക്കലി ടു മോണിറ്റർ ആൻ ഇൻകമിങ് സിഗ്നൽ. അതായത് പ്രോഗ്രാം റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നാണ്. റിയാക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതായത് ഏതെങ്കിലും പോർട്ടിൽ ഒരു സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സിഗ്നൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് ലൈൻ 11-ൽ കണ്ടിന്യൂസ്ലി അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. റിയാക്ട് 11 സേഫ്റ്റി കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇഫ് ദ സിഗ്നൽ ഇസ് ഓഫ്, ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ എ ചേഞ്ച്. ഓക്കെ, അതായത് ഓഫ് ആണെങ്കിൽ ഓൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, പിന്നെ അഗെയിൻ ഓഫ്. അപ്പോൾ ഈ ഒരു ചേഞ്ച്, അതായത് ഓഫിൽ നിന്ന് ഓൺ ആവുന്നു, ഓണിൽ നിന്ന് ഓഫ് ആവുന്നു, അതാണൊരു പൾസ്. ഓഫ് ടു ഓൺ, ഓൺ ടു ഓഫ്, ആ ഒരു പൾസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ റിയാക്ട് 11 സേഫ്റ്റി മീൻസ് 11th ഇൻപുട്ട് ലൈനിൽ ഇങ്ങനെ ഒരു ഓൺ ഓഫ് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്ത് അത് വന്നു കഴിയുമ്പോഴത്തേക്ക് റിയാക്റ്റിൻ്റെ പ്രോഗ്രാം സബ് റൂട്ടീൻ സേഫ്റ്റിയിലേക്ക്, സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സബ് റൂട്ടീൻ ഉണ്ട്, ആ സബ് റൂട്ടീൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഡിഫൈൻ ചെയ്ത സേഫ്റ്റിയിലോട്ട്, ആ സബ് റൂട്ടീനിലോട്ട് അത് പോകും. ദാറ്റ് ഈസ് റിയാക്ട്. Okay, so usually React completes current motion commands before interrupting. Immediately നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ റിയാക്ട് ഇപ്പോൾ 11 എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ റിയാക്ട് 11-ൽ ഒരു ഓൺ ഓഫ് ആ ഒരു കണ്ടീഷൻ, ഒരു പൾസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ സബ് റൂട്ടീനിലോട്ട് പോകത്തുള്ളൂ. ഇമ്മീഡിയറ്റ്ലി നമുക്ക് സബ് റൂട്ടീനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വി വിൽ നോട്ട് യൂസ് റിയാക്ട്, വി വിൽ ഇൻസ്റ്റഡ് യൂസ് React I. React I basically stands for react immediately.